ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 35 മുതൽ 38 ഉൾപ്പെടെയുള്ള തിരുവചനങ്ങൾ. വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിനെന്ന വലിയൊരു ആഹ്വാനം ഈശോനാഥൻ നൽകുന്നുണ്ട്. നല്ല ദൈവവിളികൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രത്യേകമായിട്ട് ഇന്ന് ഓർക്കുന്നതും ധ്യാനിക്കുന്നതും 36-ാമത്തെ തിരുവചനമാണ്. ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നിയെന്ന്. ഹി ഹാഡ് എ കമ്പാഷൻ ഓൺ ദം. കമ്പാഷൻ എന്ന് വെച്ചാൽ ടു സഫർ വിത്ത്. അവരുടെ വേദനയിൽ അവരെ മനസ്സിലാക്കി ആ വേദനയിൽ പങ്കുചേരുക എന്നത്. മനുഷ്യാത്മാവിൻ്റെ വേദനയും സങ്കടവും ഇത്രത്തോളം മനസ്സിലാക്കിയ മറ്റൊരു വ്യക്തി ഉണ്ടാകില്ല. അത് യേശുവാണ്. ഈ ലോകത്തിൽ ആർക്കും നമ്മളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ തമ്പുരാൻ കർത്താവിനെ നമ്മൾ എന്താണോ, നമ്മുടെ ബലഹീനമായ അവസ്ഥകൾ എന്താണോ, നമ്മൾ കടന്നു പോകുന്ന വേദനകൾ എന്താണോ, കടന്നു പോകുന്ന സങ്കടങ്ങൾ ഏതാണോ, അതൊക്കെ ശരിക്കും മനസ്സിലാകുന്നത് ഈശോയ്ക്കാണ്. അതുകൊണ്ടാണ് ഈശോ കരുണയോടുകൂടി ഈ ലോകത്തെ നോക്കിയത്. നമ്മളെല്ലാവരും ഈശോയുടെ കരുണ സ്വീകരിക്കുന്നവരാണ്. കുമ്പസാരക്കൂട്ടിലെ കരുണ നമ്മളെല്ലാവരും അനുഭവിക്കുന്നുണ്ട്. സ്നേഹം നിറഞ്ഞവരെ, ഈശോയുടെ കരുണ സ്വീകരിക്കുന്ന നമ്മൾ ഓരോരുത്തരും വർത്തിക്കേണ്ടത് കരുണയോടുകൂടി തന്നെയാണ്. ഈശോ എങ്ങനെയാണോ ഈ ലോകത്തെ നോക്കിയത്, അവൻ കരുണയോടുകൂടി അനുകമ്പയോടുകൂടി ഈ ലോകത്തെ നോക്കിയതുപോലെ നമുക്കും മറ്റുള്ളവരെ കരുണയോടുകൂടി നോക്കാനായിട്ട് സാധിക്കട്ടെ. യേശുവിൻ്റെ കണ്ണുകളിലൂടെ ഈ ലോകത്തെയും ലോകത്തിലുള്ള പാവ മനുഷ്യരെയും നോക്കാനായിട്ടുള്ള വലിയൊരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.